So what is your opinion on China reaching $1 trillion surplus in trade? Do you think that China is a miracle in trade, and what China can learn from them on trade? What India can learn from China? India can learn from China ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയും ചൈനയുടെയും മൊത്തത്തിലുള്ള അതിൻ്റെ ഉള്ളടക്കവും സ്വഭാവവും കോണ്ടന്റും എല്ലാം വ്യത്യാസമാണ് കേട്ടോ. നമ്മുടെ ജനതയ്ക്ക് ഒരു സെറിബ്രൽ ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ തന്നെ ആവശ്യമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടില്ലേ, നമ്മൾ ഈ വെസ്റ്റേൺ വേൾഡിലെ ഓസ്ട്രേലിയ, യൂറോപ്പ്, അമേരിക്ക, കാനഡയൊക്കെ പോയി അവിടുത്തെ തെരുവുകൾ നമ്മൾ എന്താക്കി തീർക്കുന്നു, ചൈനക്കാരെന്താക്കി തീർക്കുന്നു എന്ന് നോക്കിയാൽ മതി. ഞാൻ ചൈനയെ പൊക്കി പറയുകയാണ്, അല്ലെ ചൈനയുടെ ഫാനാണെന്നൊന്നും പറയരുതേ. അങ്ങനെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെടുത്തി അങ്ങനെ അവർക്ക് കാണാൻ കഴിയും. അവർ വിചാരിക്കുന്ന എപ്പോഴും, കാരണം വെച്ചാൽ ഇവിടെ ആളുകളൊക്കെ എല്ലാവരും അഭിപ്രായം പറയുന്നത് അവരുടെ ജാതി, മതം, പാർട്ടിയൊക്കെ നോക്കിയാണ്. വസ്തുതയല്ല. ഒരു വശത്ത് എവിടെ നിൽക്കണമെന്നുള്ളത് അതിലുൾപ്പെട്ട ആളിൻ്റെ മതവും ജാതിയൊക്കെ നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുക. അതാണ് അവസ്ഥ. വസ്തുത തേടുന്നില്ല. അപ്പൊ അതുപോലെ അങ്ങനെയാണല്ലോ തങ്ങൾ, അതുപോലെ ഇവരും അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ ചൈനയെക്കുറിച്ച് എനിക്ക് ചൈനയോട് പ്രത്യേകിച്ച് വെറുപ്പോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്നേഹമോ അങ്ങനെയൊന്നുമില്ല, ഒരു രാജ്യത്തോടും ഇല്ല. പക്ഷെ ചൈനയുടെ അഡ്വാൻസ്മെന്റ് അതിനകത്ത് ഒരു പങ്ക് അവരുടെ സെറിബ്രൽ ആയിട്ടുള്ളതാണ്. അവരുടെ വൃത്തിബോധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മതമാലിന്യങ്ങളെല്ലാം വലിച്ചഴിച്ച് യൂറോപ്യൻ തെരുവുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് കാനഡയിലൊക്കെ, ലണ്ടനിലൊക്കെ പല സ്ഥലങ്ങളും വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് ഇച്ചിരി ഓവറായിട്ടുണ്ടെന്ന് തോന്നി. ഈ ലണ്ടനിലെ സ്ഥലങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാകിസ്ഥാൻ, ഇന്ത്യൻ ഒക്കെ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളെ തെരുവുകൾ ഈ കേരളത്തിലെ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. പല ഉത്തരേന്ത്യൻ തെരുവുകളെക്കാട്ട് കഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട്, അത് ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അത് ഭയങ്കരമായിട്ട് പ്രചരണം നടത്തുന്നുണ്ട്. ഹൗ ഡേർട്ടി ദേ മേക്ക് അവർ സ്ട്രീറ്റ്സ് എന്നുള്ള രീതിയിലുള്ള ഭയങ്കര ഇതുണ്ട്. ചൈനക്കാരെ കുറിച്ച് അങ്ങനെ ആരും പറയുന്നില്ലല്ലോ പൊതുവിൽ. കാരണം അവർക്ക് ഇന്റേണൽ ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിനുമായിട്ടാണ് അവർ പുറത്തു പോകുന്നത്. ഇതൊക്കെയാണ് ഇന്ത്യ പഠിക്കേണ്ടത്. അവരുടെ വർക്കഹോളിക് നേച്ചർ. ഇവിടെ ഉറക്കം മന്ദാക്രാന്തകളാണല്ല. ഉറക്കം, തീറ്റി, പിന്നെ മറവി, ഇതൊക്കെയാണ് മെയിൻ. പണിയെടുക്കുന്നതിന് വിമുഖത, പണിയെടുക്കുക, മലയാളിയുടെ ഒരു വൺ സിംഗുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മലയാളി which can be seen nowhere in the world എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ യുണീക്ക് ട്രേറ്റ് ഓഫ് ക്യാരക്ടർ. അതിന് മറ്റാർക്കും ഇല്ലാത്ത ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെതെന്ന് പറയുന്ന ഒരു, നമ്മൾ പറയും ആട്ടമൊക്കെ ആയിരിക്കും ആദ്യം കാണുന്നത്. ആട്ടമൊക്കെ ആര് കാണുന്നത്, എവിടെ ആട്ടം, അങ്ങനെ ഒരു സംഗതിയില്ല. ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാത്രമുള്ളതും വേറെ ആർക്കും ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നോക്കുകൂലി. ആ നോക്കുകൂലി ഒരിടത്ത് ഒരു പോക്കറ്റിലെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപാടിടത്ത് മുന്നേ ഉണ്ടായിരുന്നുവെന്നും, അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആ ജനതയുടെ സൈക്കി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അധ്വാനത്തോടുള്ള വിരക്തി, അനീതിയെ നോർമലൈസ് ചെയ്യൽ, അക്രമത്തെ നോർമലൈസ് ചെയ്യൽ, ഇതെല്ലാം നോക്കുകൂലി എന്ന് പറയുന്ന ഒറ്റ സംഗതി. ഞാൻ പറയട്ടെ, കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടായെന്ന് ഞാൻ പറയുന്നില്ല, പണ്ടുണ്ടായിരുന്ന അത്രയും ഉണ്ടായെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ അത് നിലനിൽക്കുന്നുണ്ട്. ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ ആ ഒരു എൻ്റയർ ജനതയുടെ, കാരണം ഇപ്പൊ കുറച്ചേ ഉള്ളൂ, ബട്ട് ഇതായിരുന്നില്ല പണ്ട്. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്.